ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷിന്റെ റെസിപ്പി ആയിട്ടാണ്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും നാനിന്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി പനീർ ബട്ടർ മസാല. ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതുപോലെ ഞാൻ ഇതിനു മുമ്പ് ബട്ടർ ചിക്കന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പൊ നമുക്ക് താമസിപ്പിക്കേണ്ട പനീർ ബട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പനീർ ബട്ടർ മസാലയുടെ ഗ്രേവി തയ്യാറാക്കി എടുക്കണം. അതിന് ഞാനിവിടെ അടികട്ടിയുള്ളൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് മെൽറ്റാക്കി എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ്. ബട്ടർ നന്നായി മെൽറ്റായി കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് 3 മീഡിയം സൈസുള്ള സവോള അരിഞ്ഞതും 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചതും 6 മീഡിയം സൈസ് വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് 20 കാഷ്നട്ടും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി സവോള നന്നായി വെന്ത് വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം. ഗോൾഡൻ കളർ ഒന്നും ആകേണ്ട ആവശ്യമില്ല കേട്ടോ, നന്നായി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ സവോള നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 4 മീഡിയം സൈസുള്ള തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഇളക്കി ചേർക്കാം. നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കണേ. ഇനി അളവ് കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഏകദേശം 10 മിനിറ്റോളം ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് തക്കാളി നന്നായി വേവിച്ചെടുക്കണം. തക്കാളി നന്നായി വെന്ത് സോഫ്റ്റായി കിട്ടണം. ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുമ്പോൾ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാവുന്നതാണ്. നമ്മുടെ ടൊമാറ്റോ മിക്സ് ചൂടാറിയതിന് ശേഷം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അടികട്ടിയുള്ള പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്താണ് അരച്ചിരിക്കുന്നത്. ഇനി തീ ഓണാക്കി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. മൊത്തം 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ഏകദേശം 1 മിനിറ്റോളം ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ നന്നായി കുക്ക് ചെയ്തെടുത്തുകൊണ്ട് അധികം നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും ചേർത്ത് ഇളക്കാം. കസൂരി മേത്തി നന്നായി ചൂടാക്കി കൈക്ക് തിരുമ്മി പൊടിച്ചെടുത്തതിന് ശേഷമുള്ള അളവാണ് 1 ടേബിൾ സ്പൂൺ. ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 300 ഗ്രാം ക്യൂബുകളായി അരിഞ്ഞ പനീർ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം.
ഇനി ഇത് മൂടി വെച്ച് ഏകദേശം 5 മിനിറ്റ് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്യണം. ഈ സമയത്ത് തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. പനീറെല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ പനീർ ബട്ടർ മസാലയിൽ മധുരത്തിൻ്റെ രുചി മുന്നോട്ട് നിൽക്കും. നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്ന തക്കാളിയുടെ മധുരം നോക്കിയിട്ട് വേണം വീണ്ടും മധുരം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അവസാനമായി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി തീ ഓഫ് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. മല്ലിയില ഓപ്ഷണലാട്ടോ, താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്